ഹലോ ഗായ്സ്, മാസ്റ്റർക്കിയുടെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ്. മാത്രമല്ല ഇതിൻ്റെ കൂടെ ട്യൂട്ടോറിയൽ വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. ട്യൂട്ടോറിയൽ എന്ന് പറയുമ്പോൾ നമ്മളിത് 3 പ്ലേലിസ്റ്റ് ആയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഫോർ ബിഗിനേഴ്സ്, ഇൻ്റർമീഡിയറ്റ്, എക്സ്പേർട്സ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ്. ഫോട്ടോഷോപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്നതായിരിക്കും. ശരിയാണ്, ഫോട്ടോഷോപ്പ് ഒരു ഫോട്ടോ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. മാത്രമല്ല അതൊരു പിക്സൽ പ്ലാറ്റ്ഫോമും കൂടിയാണ്. അതായത് നമ്മുടെ ഇമേജിനെയൊക്കെ പിക്സലായിട്ടായിരിക്കും അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുക. ഒരു ഉദാഹരണത്തിന് ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ ഇമേജ് എന്ന് പറയുന്നത് കുറേ പിക്സലുകൾ കൂടി ചേർന്നതാണ്. ഇത് നമുക്ക് സൂം ചെയ്യുകയാണെങ്കിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഇത് നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ പിക്സൽ അത്രയാണ്. ഇത് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. ഓക്കെ, അപ്പോൾ പിക്സലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഇൻസ്റ്റാളേഷനിലേക്ക് പോകാം. ഇത് വളരെ ഈസിയാണ്. ഫോട്ടോഷോപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്താൽ ഒരു സിപ്പ് ഫയലായിരിക്കും ലഭിക്കുക. ഇത് നിങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്യണം, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഫയൽസ് കിട്ടും. ഇതെല്ലാം ഡിലീറ്റ് ചെയ്യരുത്, ഫയൽസ് എല്ലാം ആവശ്യമുണ്ട്. ഇനി സെറ്റപ്പ് ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഇൻസ്റ്റാളർ ഓപ്പണായി വരുന്നതായിട്ട് കാണാം. ഇതിൽ നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ആകുന്നതായിട്ട് കാണാം. ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്, അതുകൊണ്ട് ഞാനിവിടെ ക്വിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഐക്കൺ ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നില്ല എങ്കിൽ സെർച്ച് ബാറിൽ ജസ്റ്റ് ഒന്ന് ഫോട്ടോഷോപ്പ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വരുന്നതായിട്ട് കാണാം. അതൊന്ന് ഡ്രാഗ് ചെയ്ത് സ്ക്രീനിലേക്ക് ഇട്ടാൽ മതി. ഇപ്പോൾ നിങ്ങളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഫോട്ടോഷോപ്പിൻ്റെ തന്നെ ലേറ്റസ്റ്റ് വേർഷനാണ്, അത് ഫോട്ടോഷോപ്പ് 2020. നമുക്ക് ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് കാണുക. ഞാനിപ്പോൾ ഇവിടെ കുറേ പ്രൊജക്റ്റ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ സ്ക്രീൻ ഇങ്ങനെ കാണുന്നത്. നിങ്ങൾക്കതെല്ലാം ബ്ലാങ്ക് ആയിരിക്കും. നമുക്ക് ഇനി ക്രിയേറ്റ് ന്യൂ കൊടുക്കാം. ക്രിയേറ്റ് ന്യൂ കൊടുത്താൽ ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാം. അതിൽ പ്രൊജക്റ്റ് എന്ന് പേരുണ്ടെങ്കിൽ പേര് കൊടുക്കാം. പിന്നെ ഇതിന് തന്നെ വിഡ്ത്ത്, ഹൈറ്റ് എല്ലാം നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിലുള്ള ഡിഫോൾട്ടായിട്ടുള്ള സൈസാണ്. ഇപ്പോൾ ഇതുപോലുള്ളൊരു സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് കാണുക. ഈ വർക്ക് ഏരിയയിലാണ് ഇനി നമ്മുടെ എഡിറ്റിംഗ് എല്ലാം നടക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഇവിടെ നിർത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ട്യൂട്ടോറിയൽ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നല്ലപോലെ ലെങ്ത് ആവും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.